ഈ ധവളപത്രത്തിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം അവിടെ പറഞ്ഞത്, ഇപ്പോ ഇതിനകത്തെ ഡീറ്റെയിൽസ് എല്ലാം പുറത്താർക്കും കൊടുക്കാൻ പാടില്ല. ശ്രീ കെ എം ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടറി ഞങ്ങളും എല്ലാ കാര്യങ്ങൾക്കും സഹകരിപ്പിച്ചത്. ഞാൻ ഫിനാൻസ് കമ്മീഷന്റെ കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും അദ്ദേഹം ഡിസ്കസ് ചെയ്തു. അദ്ദേഹത്തിന്റെ വലിയ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ അവർ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ്. അവരെ പോലൊരു സമിതിയെ കൊണ്ട് ഇനിയും ചില നിർദ്ദേശങ്ങൾ ഒപ്പിക്കാൻ, പഠിപ്പിക്കാൻ, അതൊക്കെ നല്ലതുമാണ്. കാരണം അത് നല്ല ആളുകളാണ്. പക്ഷേ നാളെ ഇതേപോലൊരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, കേരളത്തിന്റെ ഖജനാവിനകത്തെ മാസം തോറുമുള്ള, ദിവസം തോറുമുള്ള സീക്രട്ട് കാര്യങ്ങളെല്ലാം കൂടി പുറത്തു കൊടുക്കാൻ പാടില്ല. അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. കാരണം നമ്മുടെ പേയ്മെന്റും നമ്മൾക്ക് വരവും ചെലവും മനസ്സിലാക്കി പുറത്തുള്ള ആൾക്ക് ഇടപെടാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പേയ്മെന്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാം. അതിനകത്ത് ഇടപെടാം. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. ഏതായാലും ഇങ്ങനൊരു ധനകാര്യ കമ്മീഷൻ, ഇങ്ങനൊരു ഒരു 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 എക്സ്പെർട്ട് കമ്മിറ്റി വന്നല്ലോ, അവരെ കൊണ്ട് ഇവിടെ മാത്രം അവസാനിപ്പിക്കരുത്. ഇപ്പൊ പറഞ്ഞേക്കുന്ന 5 ഗ്യാരണ്ടികളുണ്ട്. അതിനത്ര ചെലവ് വരും, അതെങ്ങനെ കൊടുക്കും, എങ്ങനെയാണ് അതിന്റെ സോഴ്സ് എന്നുള്ള കാര്യം കൂടി ഇവരെ കൊണ്ട് തന്നെ പഠിപ്പിച്ചിട്ട് ഒരു റിപ്പോർട്ടൂടെ മേടിക്കണം. ഇതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള പൊസിഷനാണ്. അപ്പൊ അത് ഒരു റിപ്പോർട്ടൂടെ അതിന്റെ ഭാഗമായിട്ട് വരണം. അത് വളരെ പ്രധാനമാണ്. കാരണം എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞൂടാ.